ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോഫ്ലേഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പ്രത്യേകിച്ച് ഇത് നമ്മുടെ കേരളത്തിലെ പുരുഷന്മാർ മിക്കവരും ഇത് അറിഞ്ഞിരിക്കണം. കാരണം ഇത് കേരളത്തിലെ അർബൻ ഏരിയസ്, പ്രത്യേകിച്ച് ടൗൺ ഏരിയകളിലൊക്കെ ഉടനീളം സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഹോഫ്ലേഷൻ. നേരത്തെ വിചാരിച്ചത് ഈ ഹോഫ്ലേഷൻ വിദേശ രാജ്യങ്ങളിൽ മാത്രമാണ് കൂടുതൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഇന്ത്യയിലൊന്നും അധികം ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ നല്ല രീതിയിൽ തെറ്റി. കാരണം ഇവിടെ നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഈ പെണ്ണുങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ഒറ്റൊരു റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇത് പുരുഷന്മാരൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ബിഗെയിൻ. സോ ഈ ഹോഫ്ലേഷൻ, അപ്പോൾ ഹോയുടെ അർത്ഥം എന്താ? ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അറ്റൻഷനോ തേടുന്ന സ്ത്രീകളെ വിളിക്കുന്ന ഒരു ഇംഗ്ലീഷ് സ്ലാങ് ആണ്. അപ്പോൾ ഇൻഫ്ലേഷനോ, വില വർദ്ധിച്ചു പക്ഷേ പണത്തിൻ്റെ വാല്യൂ കുറയുന്നൊരവസ്ഥ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവും ഇതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അതായത് സ്ത്രീകളുടെ വില വർദ്ധിച്ചു പക്ഷേ അതിൻ്റെ വാല്യൂ കുറഞ്ഞു. ഈ വാല്യൂ കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3/10, 4/10 ലുക്ക് വരുന്ന, ഒട്ടും ലുക്കില്ലാത്ത അല്ലെങ്കിൽ ബിലോ ആവറേജ് ലുക്കുള്ള സ്ത്രീകളൊക്കെ ആഗ്രഹിക്കുന്നത് ആവറേജും എബോ ആവറേജ് ലുക്കുള്ള പുരുഷന്മാരെയാണ്. അപ്പോൾ ലുക്ക് മാത്രമല്ല, അതോടൊപ്പം തന്നെ അവരെക്കാളിലും കൂടുതൽ പണവും അവരെക്കാളിലും കൂടുതൽ സ്റ്റാറ്റസുള്ള ആണുങ്ങളെയാണ് ഇതുപോലത്തെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ ആവറേജ് ലുക്കുള്ള ഒരു സ്ത്രീനെ എടുത്താലും ആ ആവറേജ് ലുക്കുള്ള സ്ത്രീ ആഗ്രഹിക്കുന്നത് അവരെക്കാട്ടിലും ഒരുപാട് ലുക്കുള്ള, അവരെക്കാട്ടിലും ഒരുപാട് കാശുള്ള ഒരാളെയാണ്. ഇപ്പം നമുക്കൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 18 to 24 വയസ്സിൻ്റെ ഇടയിൽ പ്രായമുള്ളൊരു പെണ്ണ് ആഗ്രഹിക്കുന്നത് അവളെക്കാട്ടിലും ഒരുപാട് ലുക്കുള്ള ഒരു ആണിനെയാണ്. ഇപ്പോൾ ആ പെണ്ണിന് ഒരു ആവറേജ് ലുക്കുള്ളൂ വിചാരിക്കുക, ഒരു 5/10 ലുക്കേ ഉള്ളൂ. പക്ഷേ അവൾ ആഗ്രഹിക്കുന്നത് ഒരു 7/10 അല്ലെങ്കിൽ 8/10 ലുക്കുള്ള ഒരു ആണിനെയാണ്. ഇല്ലെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ആ ആണിന് നല്ല രീതിയിൽ കാശുണ്ടാവണം. അപ്പോൾ നിങ്ങളൊന്ന് മറിച്ച് ചിന്തിച്ച് നോക്കി, ഈ പെണ്ണ് ഈ ആണിന് എന്താണ് ഓഫർ ചെയ്യുന്നത്? ലിറ്ററലി സീറോ, ഒന്നും തന്നെ ഇല്ല. ആകെ കൂടി ഇവിടെ അവൾ ഓഫർ ചെയ്യുന്നത് അവളുടെ ശരീരം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ആണിനൊരു നേട്ടമില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമേ നേട്ടമുള്ളൂ. അതുമില്ലാതെ ഈ പെണ്ണുങ്ങളുടെ ബോഡി കൗണ്ട്സ് അത്രയും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അതായത് നമ്മളിവിടെ ഹോഫ്ലേഷൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വിവാഹത്തിൽ ആണുങ്ങൾക്ക് ഇവിടെ നേട്ടമില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമേ നേട്ടമുള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം, എന്നാലും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിക്കുന്നു. പക്ഷേ സ്റ്റോക്ക് വാങ്ങിച്ചു കഴിയുമ്പോൾ ആ സ്റ്റോക്കിന് വാല്യൂ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. പിന്നെ ഡിവോഴ്സ് ചെയ്യാമെന്ന് വെച്ചാലോ അവിടെ എന്താണ്, ജീവനാംശം വരും, ഇല്ലെങ്കിൽ നമ്മുടെ പാതി സ്വത്ത് അടിച്ചുകൊണ്ട് പോകും. സോ അതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് ഇവിടെ നഷ്ടം മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ മെയിൻ റീസൺ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളായ കോഴികൾ, ആണുങ്ങളായ സിമ്പുകളാണ്. അതായത് ബിലോ ആവറേജ് ലുക്കും ബിലോ ആവറേജ് സ്റ്റാറ്റസ് ഉള്ള പെണ്ണുങ്ങളുടെ പുറകിൽ ഈ ആണുങ്ങൾ ഈ ആവറേജ് ലുക്കും എബോ ആവറേജ് ലുക്കുള്ളവർ ഒലിപ്പിച്ച് പുറകെ നടക്കും. പ്രത്യേകിച്ച് ഇത് സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതുപോലത്തെ പെണ്ണുങ്ങൾക്ക്, അതായത് ബിലോ ആവറേജ് ലുക്കുള്ള പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പോലെ മെസ്സേജ് ഈ ആവറേജും എബോ ആവറേജ് ലുക്കുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ബിലോ ആവറേജ് ലുക്കുള്ള പെണ്ണെന്ന് വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അത്യാവശ്യം നല്ല ലുക്കുള്ളതുകൊണ്ടാണ് അവളുടെ പുറകിൽ ഇതുപോലത്തെ ആണുങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അവൾ വിചാരിക്കുന്നത് ഈ പുറകിൽ നടക്കുന്ന ആൺപിള്ളേർ മൊത്തം ഇവളെ കല്യാണം കഴിക്കാനും ഇവളായിട്ട് സീരിയസ് റിലേഷൻഷിപ്പിലാവാനും വേണ്ടിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് വല്ല വാല്യൂ ഇല്ലെങ്കിലും ഇവളുടെ സ്റ്റാൻഡേർഡ് ഇവൾ ഉയർത്തും. ഇവർക്ക് വലിയൊരു ലുക്കില്ല, ഒരു ബിലോ ആവറേജ് ലുക്കില്ല, 3/10, 4/10 ലുക്കുള്ളൂ, ഇല്ലെങ്കിൽ ആവറേജ് ലുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് വേണ്ടത് ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ ചാറ്റ് ടൈപ്പ് ലുക്കുള്ള ഒരു ആണിനെയാണ്. പിന്നെ ആണുങ്ങൾക്ക് വലിയൊരു ലുക്കില്ലെങ്കിൽ അതിനനുസരിച്ച് നല്ല കാശുകാരായ ആൺപിള്ളേരെയാണ് വേണ്ടത്. പക്ഷേ ഇവർക്ക് അറിയില്ല, ഇവളുടെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കോഴികൾ, ഈ ആവറേജും എബോ ആവറേജ് ലുക്കുള്ള കോഴികളൊക്കെ ഇവളായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ഇല്ലെങ്കിൽ ഇവളെ ടൈം പാസ് റിലേഷൻഷിപ്പിന് യൂസ് ചെയ്യാനും വേണ്ടിയാണ് ഇവളുടെ പുറകിൽ വരുന്നതെന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് കോളേജൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ പെൺപിള്ളേർ ബിലോ ആവറേജ് ലുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് അവരെക്കാളും നല്ല ഒരുപാട് ലുക്കുള്ള ആണിനെയാണ്. നേരത്തെ ഞാൻ ഒരു അമലിൻ്റെ രാഹുലിൻ്റെ സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഒന്നുകൂടി പറയാം, എന്നാലും നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അമൽ, രാഹുൽ ഇവർ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് കോളേജിൽ. അപ്പോൾ ഒരു സീനിയേഴ്സാണ്. അപ്പോൾ അമലിൻ്റെ കാര്യം പറയുമ്പോൾ അമലിന് വലിയ കാര്യമായിട്ട് പൊക്കവും കാര്യങ്ങളൊന്നും മസിൽസും ഒന്നുമില്ല, പക്ഷെ അവന് നല്ല ലുക്കാണ്. സോ അവൻ്റെ ലുക്കിന് അവനൊരു 7/10 കൊടുക്കാം. പിന്നെ രാഹുലിന് 6D പൊക്കമുണ്ട്, 6D പൊക്കവും അത്യാവശ്യം മസിൽസും ഉണ്ട്, പക്ഷേ ആവറേജ് ലുക്കേ ഉള്ളൂ. അപ്പോൾ ഒരു 5/10 രാഹുലിന് കൊടുക്കാം. അപ്പോൾ രാഹുലിൻ്റെ അടുത്ത് ഒരു ജൂനിയറായ ഒരു 5/10 ലുക്കുള്ളൊരു ആവറേജ് ലുക്കുള്ള പെണ്ണ് രാഹുലിൻ്റെ അടുത്ത് വന്ന് മിണ്ടി തുടങ്ങി. അപ്പോൾ രാഹുൽ വിചാരിച്ചു ഈ ആവറേജ് ലുക്കുള്ള ഈ ജൂനിയർ പെണ്ണിന് രാഹുലിനെ ഇഷ്ടമായതുകൊണ്ടാണ് ഇവൾ വന്ന് രാഹുലിൻ്റെ അടുത്ത് മിണ്ടുന്നതെന്നുള്ളത്. പക്ഷേ രാഹുലിന് തെറ്റി. ആ പെണ്ണ് വന്ന് രാഹുലിൻ്റെ അടുത്ത് മിണ്ടിയത് ഈ രാഹുൽ അമലിനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയായിരുന്നു. കാരണം അമലും രാഹുൽ ഒരുമിച്ച് സംസാരിക്കുന്നത് ഇവൾ കണ്ടിട്ടുള്ളതാണ്, മിക്ക ഇൻ്റർവ്യൂവിലും ഇവൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പെണ്ണിൻ്റെ പ്ലാൻ ഭയങ്കര മാസ്റ്റർ പ്ലാൻ ആട്ടോ. അതായത് ഇവൾ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുലായിട്ട് മിണ്ടി കമ്പനി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹുൽ പയ്യെ അമലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമല്ലോ ഇവൾക്ക്. അങ്ങനെ ഇവൾക്ക് നല്ലൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ടാവും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവൾക്ക് അമലായിട്ട് നല്ലൊരു ഫ്രണ്ട് ആവും ആദ്യം. അത് കഴിഞ്ഞിട്ട് പയ്യെ ഡെവലപ്പ് ചെയ്ത് റിലേഷൻഷിപ്പിലോട്ട് എത്തിക്കാം. അപ്പോൾ ഈ പെണ്ണ്, ഈ ആവറേജ് ലുക്കുള്ള ജൂനിയർ പെണ്ണ് രാഹുലിൻ്റെ അടുത്ത് കുറേ മാസം മിണ്ടി കഴിഞ്ഞതിന് ശേഷമാണ് രാഹുലിൻ്റെ അടുത്ത് ഇവൾ ഈ പ്ലാൻ പറയുന്നത്. അപ്പോൾ ഇത് കേട്ട പാടെ രാഹുലിൻ്റെ ഹൃദയം തകർന്ന് തരിപ്പണമായി. കാരണം ഇവൻ കുറേ പ്രതീക്ഷിച്ചു. ഇവൻ വിചാരിച്ചത് രാഹുലിനെ ഈ പെണ്ണിനെ ഇഷ്ടമായതുകൊണ്ടാണ് ഇവൾ രാഹുലിൻ്റെ അടുത്ത് വന്ന് ആദ്യം മിണ്ടിയതെന്നാണ്.
സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ആവറേജ് ലുക്കുള്ള പെണ്ണിന് ഈ ആവറേജ് ലുക്കുള്ള രാഹുൽ തന്നെ അധികമാണ്. കാരണം രാഹുലിന് അത്യാവശ്യം ബോഡി മസിൽസും ഉണ്ട്, പൊക്കമുണ്ട്. എന്നിട്ട് ഇവൾ ആഗ്രഹിക്കുന്നത് എന്താ, നല്ല ഫേഷ്യലി നല്ല ലുക്കുള്ള വേറൊരു ചെക്കനെയാണ്. ഇത് പോട്ടെ, ഇതേപോലത്തെ ഒരു സിമിലർ ഇൻസിഡൻറ്റ് വേറെ നടന്നിട്ടുണ്ട്. ഇത്തവണ അത് തോമസും അശ്വിനായി മാറി. ഇതും കോളേജിൽ നടക്കുന്നൊരു സംഭവമാണ്. അതായത് ഈ തോമസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലുക്കുണ്ട്. ലുക്കെന്ന് പറയുമ്പോൾ അവന് ലുക്കുണ്ട്, പൊക്കമുണ്ട്, മസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവനൊരു 8/10 നമുക്ക് കൊടുക്കാം. പിന്നെ അശ്വിൻ്റെ കാര്യം പറയുമ്പോൾ അശ്വിന് 5/10 ആവറേജ് ലുക്കുള്ളൂ. അപ്പോൾ ഇവർ സീനിയേഴ്സാണ്. അപ്പോൾ ജൂനിയറായ ഒരു പെണ്ണ് അശ്വിൻ്റെ അടുത്തൊന്ന് മിണ്ടിയായിരുന്നു. അത്യാവശ്യം മുടിയൊക്കെ കളർ ചെയ്തിട്ട് ഒരു തടിച്ചൊരു പെണ്ണാണ്. അപ്പോൾ അവളുടെ ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു ബിലോ ആവറേജ് ലുക്കുള്ളൂ ആ പെണ്ണിന്. അപ്പോൾ ഈ പെണ്ണൊന്ന് ആദ്യം മിണ്ടിയപ്പോൾ അശ്വിൻ വിചാരിച്ചത് അശ്വിനെ ഈ പെണ്ണിന് ഇഷ്ടമായതുകൊണ്ടാണ് ഈ പെണ്ണ് അശ്വിൻ്റെ അടുത്ത് വന്ന് മിണ്ടുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇവർ നല്ല രീതിയിൽ കമ്പനിയൊക്കെ ആയതിനു ശേഷം ഈ പെണ്ണ് അശ്വിൻ്റെ അടുത്ത് പറയാണ് ഇവൾക്ക് വലിയതായിട്ട് റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ല. അതായത് ഇവൾക്ക് എപ്പോഴും സിംഗിളായിട്ട് നടക്കുന്നതാണ് ഇവൾക്ക് ഇഷ്ടം. ഇവളെ കുറേ ആമ്പിളർ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഇവൾക്ക് അങ്ങോട്ട് നോക്കുന്നതന്നെ വലിയതായിട്ട് ഇഷ്ടമില്ല. അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. പിന്നെ കുറച്ച് ദിവസം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പയ്യെ ഈ അശ്വിൻ്റെ അടുത്ത് തോമസിനെ കുറിച്ച് ഇവൾ അന്വേഷിച്ചായിരുന്നു. അതായത് തോമസിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അശ്വിൻ ചോദിച്ചു, നിനക്ക് റിലേഷൻഷിപ്പിൽ താല്പര്യമില്ലല്ലോ, പിന്നെ എന്തിനാ അവനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവളുടെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ അശ്വിൻ അവളുടെ കൂട്ടുകാരിക്ക് വേണ്ടിയെന്നൊക്കെ പറഞ്ഞ് അശ്വിനും അവളെ സഹായിച്ചു. അതായത് തോമസിൻ്റെ സ്വഭാവം വല്ല കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവൾക്ക് വേണ്ട ഡീറ്റെയിൽസൊക്കെ തോമസ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് കുറച്ച് ദിവസം കഴിഞ്ഞ് പറയാണ് അവളുടെ കൂട്ടുകാരി തോമസിനെ പ്രപ്പോസ് ചെയ്തായിരുന്നു. പക്ഷേ തോമസിന് വരെയായിട്ട് ഇഷ്ടമല്ല റിലേഷൻഷിപ്പിൽ, അതുകൊണ്ട് അവൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവൾ ഒഴിവാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണിൻ്റെ റിയൽ പേര് പുറത്തു പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ പെണ്ണിനെ നമുക്കൊരു ശ്രേയ എന്ന് വിളിക്കാം. പിന്നീട് അങ്ങനെ കുറച്ച് ദിവസം ഇവർ തമ്മിൽ വലിയതായിട്ട് മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് അശ്വിൻ്റെ അടുത്ത് ഇവൾ വന്ന് ശ്രേയ വന്ന് മിണ്ടണമെന്നൊക്കെ പയ്യെ കുറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. അങ്ങനെ അശ്വിനും തോമസും കൂടി ഇവർ തമ്മിൽ ഫുഡ് അടിക്കാൻ പോയി വൈകുന്നേരം. അതായത് ഈ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം റിലാക്സ് ആവാ ചില്ലാവെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഴിമന്തി കഴിക്കാൻ പോയി രണ്ടുപേരും. അപ്പോൾ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തോമസ് ഇവൻ്റെ അടുത്ത് പറയണേ ഇവനെ ശ്രേയ പ്രപ്പോസ് ചെയ്തായിരുന്നു, പക്ഷെ ഇവന് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന്. അപ്പോഴാണ് ഈ അശ്വിന് മനസ്സിലാവണേ ശ്രേയയ്ക്കാണ് തോമസിന് ഇഷ്ടം, ശ്രേയ ചുമ്മാ നുണ പറഞ്ഞത് അവളുടെ കൂട്ടുകാരിക്ക് വേണ്ടിയാണെന്നുള്ളതെന്ന്. അങ്ങനെ അശ്വിന് ദേഷ്യം വന്നു. അശ്വിൻ അടുത്ത ദിവസം നേരെ ശ്രേയയുടെ ക്ലാസ്സിൽ കയറി ചെല്ലുന്നു. എന്നിട്ട് ശ്രേയോട് ചോദിക്കുന്നു എന്തിനാണ് നീ എൻ്റെ അടുത്ത് നുണ പറഞ്ഞെന്നുള്ളത്. അപ്പോൾ ശ്രേയ പറയുന്നു അവൾക്ക് വലിയതായിട്ട് റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തോമസിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിന് അവളെക്കുറിച്ചൊരു ബാഡ് ഇമ്പ്രഷൻ ആയിരിക്കലും ഉണ്ടാവുക, അതുകൊണ്ടാണ് അവൾ പറയാതിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ അവൾ റിലേഷൻഷിപ്പിൽ താല്പര്യം ആദ്യം ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അശ്വിൻ അവളെ പ്രപ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞതെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ അശ്വിൻ അവളോട് ചോദിച്ചു എനിക്കെന്താ കുറവെന്ന്. അശ്വിൻ ആവറേജ് ലുക്കുണ്ട്, എനിക്കെന്താ കുറവെന്ന് ചോദിച്ചു. കാരണം അവളെക്കാളും ഭംഗിയുണ്ടല്ലോ. അപ്പോൾ അവൾ പറയാണ് അവൾക്ക് നല്ല ഭംഗിയുണ്ട്, അശ്വിൻ അത്ര പോരാ, അശ്വിൻ കുറച്ചുകൂടി മെയിനായിട്ട് നടക്കണമെന്ന്. അപ്പോൾ ഈ റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഈ ബിലോർജ് ലുക്കുള്ള മുടിയൊക്കെ കളർ ചെയ്ത് ഈ ഒബീസ് ആയിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ അവരെക്കുറിച്ച് തന്നെ അവർ സ്വയം വിചാരിച്ചേക്കണം അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളതാണ്. ഈ ശ്രേയയ്ക്ക് അശ്വിൻ തന്നെ കൂടുതലാണ്. എന്നിട്ട് അവൾ ആഗ്രഹിക്കുന്നതോ ഏറ്റവും ടോപ്പിലുള്ള ചെക്കനെയാണ്. ഇതിലെന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ശ്രേയയും തോമസും ഈ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, സ്നാപ്ചാറ്റിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇവരൊരുമിച്ച് കറങ്ങുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് അവരാഗ്രഹിച്ച ചെറുക്കനെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ചെറുക്കനായിട്ടൊന്ന് കറങ്ങാൻ പോവുക, ഇല്ലെങ്കിൽ അവനായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അവരത് നടത്തിയെടുക്കുകയും ചെയ്യും. പക്ഷേ ആണുങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ലുക്കുള്ള ഒരു ആണിനെ ഈ സ്ഥാനത്തൊന്ന് വെച്ച് ആലോചിച്ച് നോക്കുക. അവൻ ഇതേപോലെ ഒരു എബോ ആവറേജ് ലുക്കുള്ള അല്ലെങ്കിൽ 8/10 ലുക്കുള്ള ഒരു പെണ്ണിനെ ഇഷ്ടമാണ്. പക്ഷേ ആ പെണ്ണിന് ഇവനായിട്ട് റിലേഷൻഷിപ്പിലാവാൻ താല്പര്യമില്ല. അന്ന് വെച്ച് ഇവന് ആ പെണ്ണായിട്ട് കറങ്ങാനോ ആ പെണ്ണായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ ഇവന് പറ്റില്ല. കാരണം ഈ ടോപ്പിലുള്ള പെണ്ണിന് ഇവനെ പൂർണ്ണമായിട്ട് വേണ്ട. പക്ഷേ ഇതേ സമയത്ത് ഒരു ആണിൻ്റെ കാര്യം അങ്ങനെയല്ല. ആണിപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലുള്ള ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ്റെ അടുത്തൊരു ബിലോ ആവറേജ് ലുക്കുള്ളൊരു പെണ്ണ് സെക്സ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അവനത് അക്സെപ്റ്റ് ചെയ്യും, അവന് സമ്മതിക്കും, അവനെ പെണ്ണായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാവും. അപ്പോൾ ഇതാണ് ബ്രൂട്ടൽ ട്രൂത്ത്. പിന്നെ അത്യാവശ്യം ഒരു 25, 26, 28 ഈ പ്രായമൊക്കെ ആകുമ്പോൾ പെണ്ണുങ്ങൾ കൂടുതൽ പണത്തിന് ആഗ്രഹിച്ചു തുടങ്ങും. പിന്നെ ഈ പെൺപിള്ളേർ മൊത്തം ഈ പണത്തിൻ്റെ പുറകെയായിരിക്കും. അതായത് 70 to 80% പെണ്ണുങ്ങൾ പണത്തിൻ്റെ പുറകിലായിരിക്കും. അതായത് അവരെ കാണാനോ കൊള്ളില്ല, അവർക്ക് വലിയായിട്ട് വാല്യൂ ഇല്ല. പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? നല്ല കാശുള്ള ബിസിനസ്മാൻ, ഇല്ലെങ്കിൽ സർക്കാർ ജോലിക്കാരൻ, ഇല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ വിദേശത്ത് ജോലിയുള്ളവൻ. പക്ഷെ ഇവരെന്താണ് ഓഫർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ ഈ ഹോപ്പ്ലേഷൻ കുറയ്ക്കാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിമ്പുകൾ കുറയണം. അതായത് ആണുങ്ങളായ കോഴികൾ കുറയണം. അതായത് ഈ ബിലോ ആവറേജും ആവറേജ് ലുക്കുള്ള പെൺപിള്ളേർക്ക് പ്രിൻസസ് ട്രീറ്റ്മെൻറ്റാണ് സോഷ്യൽ മീഡിയ വഴി കിട്ടുന്നത്. അതായത് ഇവരുടെ ഇൻബോക്സിൽ ഈ തേനീച്ച കൂടുതൽ തേനീച്ച പൊതിയുന്ന പോലെയാണ് ആണുങ്ങൾ വന്ന് പൊതിയുന്നത്, കോഴികൾ. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ സ്റ്റാൻഡേർഡ് ഉയർത്തുന്നത്. പിന്നെ നമ്മുടെ ഈ കേരളത്തിലുള്ള പുരുഷന്മാർക്കൊരു കുഴപ്പമുണ്ട്. ഒരു പ്രായം 35-38 വയസ്സായി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഭയമാണ്. അപ്പോൾ ഭൂരിഭാഗം ആണുങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയാൽ മതി എന്നായിരിക്കും അവർ ചിന്തിക്കുക. പക്ഷേ ഇതേ സമയത്ത് ഒരു പെണ്ണ് അങ്ങനെ ചിന്തിക്കില്ല. ചിന്തിക്കുന്നവരുണ്ടാവും ഒരു 20%. പക്ഷെ ഭൂരിഭാഗം പെണ്ണുങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല. കാരണം ഞാൻ ഇതിന് മുമ്പ് തൊട്ട് മുന്നിട്ട വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളുടെ ലൈഫ് ഈസിയാണ്. അതായത് ഒരു പെണ്ണ് വിചാരിച്ചാൽ ഏതാണിൻ്റെ ഒപ്പം വേണമെങ്കിൽ കിടക്കാൻ പറ്റും.
പക്ഷെ ഒരാണ് വിചാരിച്ചാൽ പറ്റില്ല. ഒന്നില്ലെങ്കിൽ അവൻ ഒരുപാട് കാശ് സ്പെൻഡ് ചെയ്യണം, ഒന്നില്ലെങ്കിൽ അവൻ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവണം. ഈ ചില ഭംഗിയുള്ള ആമ്പിള്ളേർ 8/10 ലുക്കുള്ള ആമ്പിള്ളേർക്ക് പോലും അവർ ആഗ്രഹിക്കുന്ന പെണ്ണായിട്ട് ചിലപ്പോൾ കിടക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ പെമ്പിള്ളേരെ കാര്യം അങ്ങനെയല്ല. പെമ്പിള്ളേർക്ക് ബിലോ ആവറേജ് ലുക്ക് ഉണ്ടെങ്കിൽ പോലും അവരൊരു ആവറേജ് ലുക്കുള്ള ഒരാണ് അല്ലെങ്കിൽ എബോ ആവറേജ് ലുക്കുള്ള ഒരാണിന് സെക്സ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആണുങ്ങൾ പുറകെ പോകും, അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതുമല്ലാതെ ഈ പെമ്പിള്ളേർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഇഷ്ടം പോലെ കോഴികളുണ്ട്. പിന്നെ ഈ സ്ത്രീകൾക്ക് ആണുങ്ങളെ നല്ല രീതിയിൽ ഊറ്റിയെടുക്കാം. അതായത് ഇപ്പോൾ കണ്ടുവരുന്നൊരു സംഭവമാണ് ഫ്രണ്ട് സോൺ. അപ്പോൾ ഈ ഫ്രണ്ട് സോൺ എന്നുള്ളൊരു വാക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അധികം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞുതരാം. അതായത് ഒരു പെണ്ണ് ഒരാണിന് അമിതമായ പ്രതീക്ഷ കൊടുക്കും. ആ പെണ്ണിൻ്റെ ഉള്ളിൽ ഈ ആണിന് ഇഷ്ടമാണ്, എന്തെങ്കിലും അവൾ പറയും, എന്തെങ്കിലും അവൾ ഇഷ്ടം തുറന്ന് പറയും എന്ന രീതിയിലുള്ളൊരു പ്രതീക്ഷ ഈ ആണിന് കൊടുക്കും. ലൈക്ക് ഈ ആണിനെ എപ്പോഴും ഡെയിലി വിളിക്കുക, ഡെയിലി സംസാരിക്കുക, ഡെയിലി ഒരുമിച്ച് നടക്കുക, കെട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ആണ് ഓട്ടോമാറ്റിക്കലി വിചാരിക്കും ഈ ആണിനെ അവൾക്ക് ഇഷ്ടമായതുകൊണ്ടാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പെണ്ണുങ്ങൾ എന്ത് ചോദിച്ചാലും ഈ ആണുങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. അതിപ്പോൾ കയ്യിൽ 10 പൈസ ഇല്ലെങ്കിൽ പോലും ലോൺ എടുത്തെങ്കിലും ഇവർക്ക് ചിലവാക്കും. കുറച്ച് കഴിയുമ്പോൾ പെണ്ണ് ഏറ്റവും നല്ല കാശുകാരെ നോക്കി കെട്ടി സെറ്റിലാവുകയും ചെയ്യും, ഇവർ ഊമ്പുകയും ചെയ്യും. ഇല്ലെങ്കിൽ കല്യാണം കഴിച്ച് സെറ്റിലായില്ലെങ്കിൽ പോലും വേറെ ബോയ് ഫ്രണ്ട് ആവും ഈ പെണ്ണിന്. എന്നിട്ട് റിലേഷൻഷിപ്പിൽ ആ ബോയ് ഫ്രണ്ടായിട്ട് ഈ പെണ്ണ് ഉടക്കി കഴിഞ്ഞാൽ ഇവൻ്റെ അടുത്ത് ഇമോഷണൽ സപ്പോർട്ടിന് വരും. അപ്പം വിചാരിക്കുന്നതെന്ന് പറയുമോ, ഈ പെണ്ണ് ആ ബോയ് ഫ്രണ്ടിന് ഇട്ടേച്ച് ഇവൻ്റെ അടുത്ത് വരുന്നു വിചാരിക്കും. പക്ഷെ അത് നടക്കില്ല. വീണ്ടും ഈ പെണ്ണ് ഇമോഷണൽ സപ്പോർട്ട് കിട്ടിയതിന് ശേഷം വീണ്ടും ആ പഴയ ബോയ് ഫ്രണ്ട് അടുത്ത് പോകും. ഇത് മിക്ക കോഴികൾക്ക് സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ശരിക്കുള്ള ആണുങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു പ്രാവശ്യം ഇത് നോട്ടീസ് ചെയ്താൽ അപ്പോൾ തന്നെ പിന്മാറുക. പിന്നെ അവൾ വന്നു കഴിഞ്ഞാൽ അവളുടെ അടുത്ത് കാര്യം പറയാം, എനിക്ക് താല്പര്യമില്ല, ഈ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, നീ വേറെ ആരെങ്കിലും നോക്കിക്കോ എന്ന് പറഞ്ഞ് അവളെ ഉപേക്ഷിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുക, പക്ഷേ അവൾ നിങ്ങളെ ഊറ്റാൻ സമ്മതിക്കരുത്, നിങ്ങളെ യൂസ് ചെയ്ത് ത്രോ ചെയ്യാൻ സമ്മതിക്കരുത്. ഞാൻ വിഷയത്തിൽ നിന്ന് വഴുതി മാറി തോന്നുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു, പെണ്ണുങ്ങളുടെ ലൈഫ് ആണുങ്ങളെക്കാട്ടിലും ഈസിയാണ്. കാരണം ഇപ്പോഴത്തെ ആണുങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കിക്കേ. അതായത് ഒരു ആവറേജ് ലുക്കുള്ള ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഒരാണെന്ന് വിചാരിക്കുക. അവന് വലിയതായിട്ട് ഫ്രണ്ട്സ് ഉണ്ടാവില്ല, അവന് റിലേഷൻഷിപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു പ്രായമാകുമ്പോൾ കല്യാണം കഴിക്കാൻ പറഞ്ഞ് വീട്ടിൽ പ്രഷർ ഉണ്ടാവും, പിന്നെ ജോലിക്ക് പോകാൻ പറഞ്ഞുള്ള പ്രഷർ ഉണ്ടാവും, പിന്നെ അവനെങ്ങാനും ഒരു അനിയത്തി ഉണ്ടെങ്കിൽ അവളെ കെട്ടിച്ചുവിടാനുള്ള പ്രഷർ. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ സങ്കടങ്ങളൊന്നും കേൾക്കാനായിട്ട് വേറെ ആരും ഉണ്ടാവില്ല. അവന് നോക്കിയാണോ എന്ന് പോലും ആരും ചോദിക്കില്ല. അവനാണെങ്കിൽ ഈ ആത്മഹത്യയുടെ ഒരു വക്കിലായിരിക്കും നിൽക്കുന്നത്. സോ ഇങ്ങനത്തെ ലൈഫുള്ള ആണുങ്ങളാണ് കൂടുതൽ സിമ്പിളാവുന്നത്. അതായത് ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ അറ്റൻഷൻ കിട്ടുമ്പോൾ അവന് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും. അങ്ങനെ ഈ പെണ്ണിൻ്റെ പുറകിൽ അവനിങ്ങനെ വാലാട്ടിപ്പട്ടിയ പോലെ നടക്കും. പെണ്ണുങ്ങൾ ഇവനെ ഈ പുറകെ നടക്കുന്നതും ഇവന് വാലാട്ടിപ്പട്ടി പോലെ മെസ്സേജ് അയക്കുന്നതൊക്കെ പെണ്ണുങ്ങൾ എൻജോയ് ചെയ്യും. വേണമെങ്കിൽ ഇവനെ നല്ല രീതിയിൽ അവർ ഊറ്റിയെടുക്കുകയും ചെയ്യും. പക്ഷെ അവർ ഒരു കാരണവശാലും തിരിച്ചിവനെ സ്നേഹിക്കില്ല. പക്ഷേ പൊട്ടനത് മനസ്സിലാവണ്ടേ. അതുകൊണ്ട് സിമ്പുകളോട് എനിക്ക് പറയാനുള്ളത്, കോഴികളോട് എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ വില കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ആർക്കുമില്ല. നിങ്ങൾ കാരണം ബാക്കിയുള്ള ആണുങ്ങളുടെ ലൈഫും കൂടി കോഞ്ഞാട്ടയാവാണ്. കാരണം നിങ്ങൾ ഈ പുറകെ നടന്ന് ഈ ബിലോ ആവറേജ് ലുക്കുള്ള പെമ്പിള്ളേർക്ക് ഈ പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ വിചാരിക്കുന്നത് അവരൊരു ഹൈ വാല്യൂ വുമൺ എന്നാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ 10 പൈസയുടെ വില ഇവർക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഗെയിമിൽ അവർ ജയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ലൈഫ് ഈസി മൂഡിലാണ്, നമ്മുടെ ലൈഫ് ഹാർഡ് മൂഡിലാണ്. അതായത് നിങ്ങളൊരു ഗെയിം കളിക്കുക, ലൈഫ് എന്ന പേരുള്ളൊരു ഗെയിം. ആ ഗെയിമിൽ പെണ്ണുങ്ങൾക്ക് തുടക്കം മുതലേ ഈസി എന്ന് പറഞ്ഞൊരു ഡിഫിക്കൽട്ടിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ആണായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ, ഒരു ആവറേജ് ലുക്കുള്ള ഒരു ആണായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഹാർഡ് മൂഡിലായിരിക്കും. ബിലോ ആവറേജ് ആണെങ്കിൽ നിയർ ടു ഇമ്പോസിബിൾ മൂഡായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ഒരു പ്രാവശ്യം പോലും തോൽക്കാതെ ജയിക്കാൻ പറ്റുന്നത് ആർക്കായിരിക്കും? പെണ്ണുങ്ങൾക്കായിരിക്കും. അപ്പോൾ പെണ്ണുങ്ങളിത് മുതലെടുക്കും. അവരുടെ ലൈഫ് ഈസി ആയതുകൊണ്ട് തന്നെ അവർക്കൊരു പാർട്ട്ണറിനെ വേണ്ട. ആണുങ്ങളുടെ ലൈഫ് ഹാർഡായതുകൊണ്ട് ആണുങ്ങൾക്കാണ് കൂടുതൽ പാർട്ട്ണറിനെ വേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു ഡെസ്പറേഷനെയാണ് അവർ കൂടുതൽ മുതലെടുക്കുന്നത്. അപ്പോൾ ആണുങ്ങളുടെ ലൈഫ് എങ്ങനെ ഈസി ആക്കാൻ പറ്റും? സിമ്പിളാണ്. ഈ പെണ്ണില്ലാതെയും ജീവിക്കാം, പെണ്ണ് കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മൾ സ്വയം വിചാരിക്കണം. പിന്നെ സിമ്പുകളുടെ എണ്ണം കുറയണം, അതായത് കോഴികളുടെ എണ്ണം കുറയണം. ആ കോഴികളുടെ എണ്ണം കുറയണമെങ്കിൽ കോഴികൾ തന്നെ വിചാരിക്കണം, അല്ലാതെ ഈ ബാക്കിയുള്ള ആമ്പിള്ളേർ വിചാരിച്ചിട്ട് കാര്യമില്ല. അതായത് ഒരു 10% ആമ്പിള്ളേർ നന്നായെന്ന് വിചാരിക്കുക, അതായത് വലിയവരായിട്ട് പെണ്ണുങ്ങളുടെ പുറകിലൊന്നും പോകുന്നില്ല, അവരവരെ കരിയർ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു വിചാരിക്കുക. അപ്പോൾ ഈ ബാക്കിയുള്ള കോഴികൾ ആ 10% ആണുങ്ങൾ നന്നായ ഒരു ഗ്യാപ്പിൽ നോക്കി ഒരു ഗോൾ അടിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അവർക്ക് നേട്ടം ഉണ്ടാവും. പക്ഷേ ആ നേട്ടം ഉണ്ടായെന്ന് വെച്ചൊരു കാര്യമില്ല, വീണ്ടും ആ പഴയ സിറ്റുവേഷൻ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ സിമ്പുകൾ എന്താ വിചാരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പട്ടിയുടെ വില പോലുമില്ല ഒരു പെണ്ണിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ. നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുന്നു, നിങ്ങളുടെ വില കളയണു, അതിലുപരി നിങ്ങൾക്കൊരു നേട്ടവുമില്ല. അതേസമയം നിങ്ങൾ കരിയറിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ എഫേർട്ട് ഇടുന്നതിൻ്റെ 10-1 നിങ്ങൾ കരിയറിലൊന്ന് എഫേർട്ട് ഇട്ട് നോക്കിയാൽ നിങ്ങൾ വിജയിക്കും. പക്ഷേ എല്ലാവരുടെ ആരും ചെയ്യാൻ പോകില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അതിൽ ഒരു സിമ്പ് വിചാരിക്കുക, ഞാൻ ഇന്ന് തൊട്ട് നന്നാവും വിചാരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയൊരു മാറ്റം തന്നെയാണ്. അതുപോലെ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ഹ്യൂജ് ചേഞ്ച് അതിലൂടെ ഉണ്ടാവുക. ഇപ്പോൾ അമേരിക്കയിൽ കുറേ പേര് മെക്ടോവാണ്, അതായത് മെൻ ഗോയിങ് ദെയർ ഓൺ വേ ആണ്. അതുകൊണ്ട് ഇപ്പോൾ കുറേ സ്ത്രീകൾ ഡെല്യൂഷണലായിട്ട് ചിന്തിക്കുന്നവരൊക്കെ താഴെ ഇറങ്ങി ചിന്തിച്ചു തുടങ്ങി. പക്ഷേ കേരളത്തിൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയൊരു 100-150 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഇത് കുറേ പേര് വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല ഈ വിഷയങ്ങളൊന്നും.
കാരണം ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ ഈ ആണുങ്ങൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവൻ സ്ത്രീ വിരുദ്ധത പറയണമെന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾ അവൻ ആക്രമിക്കും. പിന്നെ അവന് ഫീമെയിൽ ഓഡിയൻസ് ഒരുപാട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ കൂടുതൽ പേര് ഇതിനെതിരെ ശബ്ദം ഉയർത്തുന്നില്ല. പിന്നെ ഈ വിസാഡിൽസ് എന്നൊക്കെ പേരുള്ള ഫെമിനിസ്റ്റുകളും കാരണമാണ് ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു ലെവലിലെത്തിയത്. അതായത് പെണ്ണുങ്ങൾ ആ കൂടി ഓഫർ ചെയ്യേണ്ടത് അവരുടെ ഭംഗിയും അവരുടെ പ്രസൻസുമാണ്, ബാക്കിയൊക്കെ ആൺപിള്ളേർ ചെയ്തോളെന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അവളുടെ. അതിന് താഴെയുള്ള കമൻസൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതൽ ഇന്ത്യൻസാണ്, പ്രത്യേകിച്ച് മലയാളികളാണ്. ഒരു 90% പെണ്ണുങ്ങളും അവൾ പറയുന്നത് അംഗീകരിക്കുകയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ആണുങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരാണ് നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ സുഹൃത്ത് ഒരാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവനെ കളിയാക്കുകയല്ല ചെയ്യേണ്ടത്, അവന് മാക്സിമം ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണമെന്നേ. കാരണം പെണ്ണുങ്ങളെന്താ ചെയ്യണം, പെണ്ണുങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിലോ ആവറേജ് ലുക്കുള്ള പെണ്ണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പിക്ക് ഇട്ടാൽ തന്നെ അവർക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് കമൻറ്റ് ഉണ്ട്. അത് നല്ല കമൻറ്റ്സ്, എല്ലാം പോസിറ്റീവ് കമൻറ്റ്സാണ് കിട്ടുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്ലേ ക്യൂൺ, യു ആർ എ 10/10, അടിപൊളി, സൂപ്പർ, യു ആർ സോ ക്യൂട്ട്. അപ്പോൾ അതുപോലത്തെ കമൻറ്റ്സ് പെണ്ണുങ്ങൾക്ക് ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ഈ സിമ്പിളുകളും കൂടി കമൻറ്റ് ചെയ്യുമ്പോൾ അവൾ വിചാരിക്കുന്നത് അവൾ വലിയ സംഭവമാണെന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ 2025 പേഴ്സണാലിറ്റിയിലാണ് കാര്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം പേഴ്സണാലിറ്റി നോക്കി സ്നേഹിക്കുന്ന പെൺപിള്ളേർ 15% ഉള്ളൂ. ആ 15% പെൺപിള്ളേരെ നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു ലോട്ടറി അടിക്കാനുള്ള ചാൻസ് 15% ആണ്. എന്ന് വെച്ച് ലോട്ടറി എടുക്കുന്ന ആളുകൾക്ക് മൊത്തം ലോട്ടറി അടിക്കുന്നുണ്ടോ? അപ്പോൾ ആ ചോദ്യം തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. കാരണം ഇതൊരു പെണ്ണുങ്ങളുടെ ഒരു അജണ്ടയാണ്. അതായത് പെണ്ണുങ്ങൾ പറയുകയാണ് പേഴ്സണാലിറ്റിയിലാണ് കാര്യം, ഞങ്ങൾ പേഴ്സണാലിറ്റിയാണ് കൂടുതൽ ആണുങ്ങൾ നോക്കണമെന്ന് പറയും. അപ്പോൾ ഈ ബാക്കിയുള്ള ഈ ബിലോ ആവറേജ് ലുക്കും ആവറേജ് ലുക്കുള്ള ആമ്പിള്ളേർക്ക് ഒരുപാട് പ്രതീക്ഷ വരും. അവരെന്ത് ഈ പെണ്ണുങ്ങളുടെ പുറകിൽ വീണ്ടും ഒലിപ്പിച്ച് നടക്കും. പെണ്ണുങ്ങൾ അവരെ എന്നിട്ട് മാക്സിമം ഊറ്റും. എന്നിട്ട് അവരെക്കാളും ലുക്കുള്ള അവരെക്കാളും കാശുകാരനായി വർത്തനായിട്ട് സെറ്റിലാവും. ഈ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ചോദിക്കുമ്പോൾ പറയും കൂടുതൽ പെണ്ണുങ്ങൾ പേഴ്സണാലിറ്റിയാണ് നോക്കുന്നതെന്നുള്ളത്. എന്നിട്ട് ഈ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതിനൊരു അവസാനമില്ല. കാരണം ഇതിനെക്കുറിച്ച് തറോലി റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ചില ഗ്രാമപ്രദേശങ്ങളിൽ നല്ല പെൺപിള്ളേരുണ്ട്, പക്ഷെ അതുപോലെയാണ് എല്ലാ പെൺപിള്ളേരെന്ന് വിചാരിക്കരുത്. ഈ ആണുങ്ങളുടെ കുഴപ്പമെന്ന് പറയും, ഇപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് പെൺപിള്ളേർ നല്ല സ്വഭാവമുള്ളവരാണ്. അതുകൊണ്ട് കേരളത്തിൽ ഉടനീളം പെൺപിള്ളേർ അങ്ങനെയാണെന്ന് വിശ്വസിക്കും. അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റ് പറ്റുന്നത്. കാരണം നിങ്ങൾ കാണുന്ന ഒരു 5% അല്ലെങ്കിൽ 10% ആളുകളാണ്, മൊത്തം കൂട്ടിയ 15% അങ്ങനത്തെ ആളുകൾ വരുള്ളൂ. ഇപ്പോൾ വിവാഹമൊക്കെ ഒരു ബിസിനസ്സായി മാറിയിരിക്കുക. ഇനിയെങ്കിലും ഇതിനെക്കുറിച്ച് കേരളത്തിലെ പുരുഷന്മാർ തിരിച്ചറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ പറയണത് മൊത്തം തെറ്റാണെന്ന് നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബെസ്റ്റ് ഓഫ് ലക്ക്. സോ ഞാൻ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം.